മാഷെ, ബംഗ്ലാദേശിന് ഇന്ത്യയെ കുരുക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണം. ഷെയ്ഖ് ഹസീനയാണെങ്കിൽ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. അവർ പല ആവർത്തി പറഞ്ഞു, ഷെയ്ഖ് ഹസീനയെ നിങ്ങൾ വിട്ടുതരണം. അപ്പോൾ ഇന്ത്യ ആ മൗനം പാലിച്ചു. ചില കാര്യങ്ങളിൽ പറഞ്ഞു അങ്ങനെ വിട്ടുതരാൻ പറ്റില്ല. അതിന് കാരണം പിന്നീട് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു നേതാവ്, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ഉണ്ടാകുമോ എന്നുള്ള സംശയം നമുക്കുണ്ട്. നമ്മൾ ഇതുവരെയും അവർക്ക് ഒരു കരുതൽ കൊടുത്തിട്ട് അവസാനം അവരെ മരണത്തിന് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് ഇന്ത്യയുടെ രീതി അതല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇപ്പൊ യൂനസ് വീണ്ടും ഒരു കുരുക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പൊ പറയുന്നത് 16 വർഷം മുമ്പ് നടന്നിട്ടുള്ള ബംഗ്ലാദേശ് റൈഫിൾസ് കലാപത്തിലും ഷെയ്ഖ് ഹസീനയ്ക്ക് പങ്കുണ്ടെന്ന് പറയുന്നു. യൂനസ് അവിടെ ഇരിക്കുമ്പോൾ എന്തും പറയാമല്ലോ മാഷെ, പറയിപ്പിക്കാൻ ആളുമുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതിപ്പോൾ അതിൻ്റെ ന്യായം എന്താണെന്നറിയോ? ഇന്ത്യയെ അപമാനിക്കാനുള്ള ഒരു പുതിയ വഴി കണ്ടെത്തുകയാണ്. അതായത് ബംഗ്ലാദേശിൻ്റെ ആഗ്രഹപ്രകാരം ഷെയ്ഖ് ഹസീനയെ ഇങ്ങനെ കൊലക്കത്തിക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അവർ വിചാരിച്ചത്. അത് പറ്റില്ല എന്ന് ഇന്ത്യ പറയുന്നത് കൃത്യമായ ധാരണയുടെയും നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പറഞ്ഞത് എന്താ, ഒന്ന് നിങ്ങൾ ഷെയ്ഖ് ഹസീന എന്ന നിങ്ങളുടെ നേതാവിനെതിരായി നിങ്ങളുടെ നാട്ടിലെ കോടതി വിധി പറഞ്ഞതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ആണ്. പക്ഷേ ലോകത്തിലെ എല്ലാ ക്രിമിനൽ കോടതികളുടെയും നിയമമുണ്ട്. വിധി പറയുന്നതിന് മുമ്പ് പ്രതിയോട് ചോദിക്കണം, പ്രതിക്ക് പറയാനുള്ള വിശദീകരണം ചോദിക്കണം. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ വിചാരണ നടന്നിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ പറയുന്നത്, നിങ്ങൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ബംഗ്ലാദേശ്, അങ്ങനെ ക്രിമിനൽ കോർട്ടിൻ്റെ വിധിയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ കോടതി ശരിയല്ല എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ അതല്ല എന്ന് പറയാനോ അപ്പീൽ പോകാനോ ലോകത്തിൽ കോടതിയുണ്ട്. പ്രാഗിലെ ചെക്കോസ്ലോവാക്യയുടെ തലസ്ഥാനമായ പ്രാഗിലാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഉണ്ട്. അതാണ് അതിൻ്റെ അപ്പീൽ കോടതി. ആ കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ടല്ലോ ഷെയ്ഖ് ഹസീന. ആ കോടതിയുടെ വിധി വരുന്നത് വരെ നിങ്ങളുടെ നാട്ടിലെ ഒരു പ്രാദേശിക കോടതിയുടെ വിധിക്കെതിരായി ഇൻ്റർനാഷണൽ കോർട്ടിൽ അപ്പീൽ പോയാൽ അതിൻ്റെ വിധി കൂടി വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണ്ടേ? അതനുസരിച്ച് ഞങ്ങൾ തീരുമാനം എടുത്തുകൊള്ളാം. മൂന്നാമത്തെ ഒരു കാര്യം, ഈ സമയത്ത് ഞങ്ങൾ ഷെയ്ഖ് ഹസീനയെ നിങ്ങൾക്ക് അയച്ചു തരേണ്ടത് ആരുടെ കയ്യിലേക്കാണ്? ഒരു സ്റ്റേബിളായ ഭരണകൂടം അവിടെ ഉണ്ടോ? നിങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഇനി നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ പ്ലാൻ ഉണ്ട് നിങ്ങൾ പറയുന്നു. 2026 ഏപ്രിലോ അല്ലേ മാർച്ചിലോ എങ്ങാണ്ട് ഇലക്ഷൻ നടത്തുമെന്ന് പറയുന്നു. പക്ഷേ ആ ഇലക്ഷൻ ന്യായമായിരിക്കും, ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കും? കാരണം ആ ഇലക്ഷൻ ഇൻക്ലൂസീവ് ആയിരിക്കുമോ? നിങ്ങൾ തന്നെ ഈ മുഹമ്മദ് യൂനുസ് തന്നെ പറയുന്നത് ഇലക്ഷനൊക്കെ ഞങ്ങൾ നടത്തും, പക്ഷേ അവാമി ലീഗ് ഉണ്ടാവില്ല. അവാമി ലീഗ് ആ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ്, രാജ്യം നിർമ്മിച്ച പാർട്ടിയാണ്, രാഷ്ട്രപിതാവിൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടി ഇല്ലാതെ എന്ത് ഇലക്ഷനാണ് നിങ്ങൾ നടത്താൻ പോകുന്നത്? 2, സ്ഥിരതയില്ല. ഇപ്പോൾ ഇനി അങ്ങനെ ഇലക്ഷൻ നടന്നാൽ അക്രമമില്ലാത്ത സമാധാനമുള്ളൊരു നാടുണ്ടാവുമോ? ആ നാട്ടിൽ സ്ഥിരതയുള്ളൊരു ഭരണകൂടം ഉണ്ടാവുമോ? പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഞങ്ങളോട് ഷെയ്ഖ് ഹസീനയെ അയച്ചു തരണം എന്ന് പറയുന്നത്? പക്ഷേ ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇല്ലേ, ഇപ്പോൾ ഒരു കേസിൽ ഇന്ത്യയെയും പറയുന്നുണ്ട്, ഷെയ്ഖ് ഹസീനയും കുറ്റക്കാരിയാണ് എന്ന് പറയുന്നു. ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയെയും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കേസിലാണെങ്കിലും അവർ പറയുന്ന ഒരു വിദേശ ശക്തിയുണ്ട്. ആ വിദേശ ശക്തി ഉറപ്പായിട്ടും ഇന്ത്യയാണ്. ഷെയ്ഖ് ഹസീനയോട് ചേർന്ന് നിന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ 2 കേസുകളിലും ഇന്ത്യയെയും ഷെയ്ഖ് ഹസീനയെയും കുരുക്കിയിടാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഇത് നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും യൂനസിന്റെ മാത്രം തലയിൽ ഉദിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, അതൊരു ലോ പോയിന്റ് ആണ്. അത് മനസ്സിലായിട്ടില്ലേ? അതിൻ്റെ പിന്നിൽ ഇപ്പം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പ്രാഗ് കോടതിയിലേക്ക് ഇവർ പോകും. ഷെയ്ഖ് ഹസീന പോകും. ഷെയ്ഖ് ഹസീന പോയി കഴിഞ്ഞാൽ അവർക്കിപ്പോൾ സംരക്ഷണം കൊടുക്കുന്ന രാജ്യം എന്ന നിലയിൽ വിറ്റ്നസ് ആയിട്ട് ഇന്ത്യയെ വിളിക്കും. ഇന്ത്യൻ പ്രതിനിധിയോട് അവിടെ ചെന്ന് ചോദിക്കുക, എന്താ ഞങ്ങളുടെ ധർമ്മമനുസരിച്ച്, ഇന്ത്യയുടെ ധർമ്മമനുസരിച്ച് ഒരു സഹോദര രാജ്യത്തെ ഞങ്ങളുടെ സഹോദരിയായ ഒരു ഭരണത്തലവനെ ഞങ്ങളിങ്ങനെ കുരുതി കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതിനെ അവർക്ക് അതിനെ ടാർണിഷ് ചെയ്യണം. അതല്ല, ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിനകത്തിരുന്നു കൊണ്ട് ചെയ്ത മനുഷ്യാവകാശ ധ്വംസനം ഉൾപ്പെടെയുള്ള അവിടെ കലാപം ഉണ്ടാക്കി നിരപരാധികളായ ബംഗ്ലാദേശികളെ കൊന്നതുൾപ്പെടെയുള്ള കേസുകളിൽ കൂട്ടുപ്രതിയാണ് ഇന്ത്യ. അന്ന് ഈ കൊലപാതകമൊക്കെ നടത്താൻ ഷെയ്ഖ് ഹസീനക്ക് സഹായം ചെയ്തു കൊടുത്ത കാലത്ത് തന്നെ ഇന്ത്യ പ്രതിയാണ്. അപ്പോൾ യുദ്ധക്കുറ്റത്തിലേക്ക് ഇന്ത്യയെ കൂടി കൊണ്ടുവരും. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ തന്ത്രം. അതൊക്കെ മുഹമ്മദ് യൂനുസിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബുദ്ധിയല്ലേ? സംഗതി അത്രയേ ഉള്ളൂ. ഇന്ത്യയെ കൂടി പ്രതിയാക്കിയാലേ, അല്ലെങ്കിൽ ഇന്ത്യ പറയുന്നത് ഒരു നിഷ്പക്ഷന്റെ മനസ്സോടുകൂടി കോടതി കേൾക്കും. അല്ലെങ്കിലോ ഷെയ്ഖ് ഹസീനയുടെ കൂട്ടുപ്രതിയാണെങ്കിൽ നമ്മൾ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യയെ കൂടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ളൊരു തന്ത്രം മാത്രമാണത്. അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല.
അതൊക്കെ ഇന്ത്യക്ക് മനസ്സിലാവും, ലോകത്തിനും മനസ്സിലാവും. അത് നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടതുള്ളൂ. അതിനെതിരെ ഇന്ത്യയും എന്തെങ്കിലും നീക്കങ്ങൾ നടത്തേണ്ടതല്ലേ മാഷെ? ഇന്ത്യ പക്ഷെ ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. അല്ല, ഇന്ത്യ ഇതിനൊന്നും മറുപടി പറയാൻ പോകേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യക്ക് നന്നായിട്ട് അറിയാലോ, ഇന്ത്യയിൽ ബംഗ്ലാദേശിലുണ്ടായ അതിന് അവർക്ക് പറയാവുന്നൊരു ന്യായം, ഒരിക്കൽ മാത്രമേ ബംഗ്ലാദേശിന് വേണ്ടി ബംഗ്ലാദേശിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ, ബംഗ്ലാദേശിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇന്ത്യ ഇടപെട്ടിട്ടുള്ളൂ. അത് എപ്പോഴാണ്? അത് ഈ പറയുന്ന എല്ലാവരും, മുഹമ്മദ് യൂനുസിന്റെ പാർട്ടിയും ഖാലിദ സിയായുടെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് ചേർന്ന് ബംഗ്ലാദേശ് ജനത ഒരുമിച്ച് ചേർന്നിട്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോരണം, പാകിസ്ഥാനോട് പൊരുതി ജയിക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ല, ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ മാത്രമല്ല ഇന്ത്യ സഹായിച്ചത്. വേറെ അവിടെ നടന്ന ആഭ്യന്തര കലാപങ്ങളിൽ എന്ത് പങ്കാണ് ഇന്ത്യക്കുള്ളത്? അതെല്ലാവർക്കും അറിയാം. ഒരു പങ്കും ആർക്കും തെളിയിക്കാൻ കഴിയില്ല, ഒരു ആരോപണത്തിൻ്റെ ഒരു അംശമല്ലാതെ. വേണമെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിക്കേഷനൊക്കെ ആ സമയത്ത് ആഭ്യന്തര കലാപം നടക്കുമ്പോൾ ഇന്ത്യയും അയൽ രാജ്യങ്ങളോട് സഹായം തേടിക്കൊണ്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം. അത് ഏത് രാജ്യങ്ങളും തമ്മിലുള്ളതല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കേസ് എടുക്കേണ്ടി വരും? അപ്പോൾ അതിലൊന്നും നിവൃത്തി ഉണ്ടാവില്ല. യാതൊരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റിയ കേസല്ല അത്. അന്താരാഷ്ട്ര കോടതിയിൽ നമ്മളെ കൂടി പ്രതിയാക്കാനുള്ള ഒരു പണിയാണ്. അതൊരു കണക്കിന് നല്ലതാണ്. കൂട്ടുപ്രതി എന്ന നിലയിൽ അവരെ സംരക്ഷിക്കുന്നതിന് ഒരു ന്യായം കൂടി കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ സുരക്ഷയിൽ എന്നും താല്പര്യം കാണിച്ചിട്ടുണ്ട് ഇന്ത്യ എന്നും, അവിടുത്തെ കലാപം ഉണ്ടാക്കാനല്ല, അവിടുത്തെ കലാപങ്ങൾ എന്നും അടിച്ചമർത്താനും അവിടെ സമാധാനം വരുത്താനും ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നിയപ്പോൾ സഹായിക്കാനും ഞങ്ങൾ ഉണ്ടായിരുന്നു. അതാണല്ലോ ഏറ്റവും നിർണായകമായ ആ ഘട്ടത്തിലല്ലേ ഞങ്ങൾ. ഇപ്പോൾ ഇന്ത്യ ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഇന്ത്യ ഇത്രയേറെ താല്പര്യമെടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണത്. നമുക്ക് ധാർമ്മികമായ ഒരു ഗ്രൗണ്ട് കിട്ടുകയാണ് ഇപ്പോൾ. നല്ലതാണത്. അവർ പറയട്ടെ. അവർ പറയുന്ന മഹാബുദ്ധി എന്നുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ കേസൊക്കെ കൊണ്ടുവരുന്നത് മണ്ടത്തരമാണെന്ന് അവർ ഓർക്കുന്നില്ല. അത് ഇന്ത്യക്ക് ഗുണകരമായൊരു സംഗതിയാണ്. മാഷെ, ഈ പറയുന്ന പോലെ അവാമി ലീഗിനെ നിരോധിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഷെയ്ഖ് ഹസീന ഇവിടെ നിന്ന് പറയുകയും ചെയ്തിരുന്നു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖ് ഹസീന വീണ്ടും തിരിച്ചു വരാനുള്ളൊരു സാധ്യത, വളരെ എന്താ പറയുക, ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചു വരാനുള്ളൊരു സാധ്യതയുടെ ഭയം അവർക്കുണ്ടാകുമോ? ഇനി അവാമി ലീഗിനെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ തമ്മിലായിരിക്കാം മത്സരിക്കുന്നത്? ഇനി സംശയം അതില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആകെ അവിടെ ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണകക്ഷി BNP ആയിരുന്നു, ഖാലിദ സിയയുടെ പാർട്ടി, പഴയ സിയാവുർ റഹ്മാന്റെ. അപ്പോൾ ഖാലിദ സിയയുടെ ആ വാർത്ത കണ്ടില്ലേ? ഖാലിദ സിയ അത്യാസന്ന നിലയിലാണ്. ഏത് സമയത്താണ് നമ്മൾക്കൊരു പക്ഷേ ഒരു മോശം വാർത്ത കേൾക്കേണ്ടി വരിക എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അവരുടെ പാർട്ടിയെക്കുറിച്ചോ അവിടെ അവർ ഷെയ്ഖ് ഹസീനക്കെതിരായി നടത്തിയ നീക്കങ്ങളെക്കുറിച്ചോ ഇന്ന് നമ്മളൊന്നും പറയുന്നില്ല. കാരണം പറഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ ഇനി പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ആ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വവും കൂടി ഏതാണ്ട് മരണശയ്യയിലാണ് എന്ന് പറയാവുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ആരാ ഉണ്ടാവുക? നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ പാർട്ടിയുടെ നിരോധനം നീക്കി എന്നുള്ളതാണ് മുഹമ്മദ് യൂനുസ് ചെയ്ത കുറ്റം. അപ്പോൾ ഈ അമേരിക്കയും അമേരിക്കയുടെ കൂലിവേലക്കാരനായ മുഹമ്മദ് യൂനുസും വന്ന് പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ നിരോധിക്കപ്പെട്ട മതതീവ്രവാദ കക്ഷികളെ തുറന്നുവിട്ടു എന്നതാണ് അവർ ചെയ്ത കുറ്റം. അതുകൊണ്ട് അല്ലാത്ത ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, പ്രധാനപ്പെട്ട പാർട്ടികൾ, ഒന്ന് ഭരണകക്ഷിയായ അവാമി ലീഗും രണ്ട് പ്രതിപക്ഷത്തുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമാണ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് ഷെയ്ഖ് ഹസീനയെ നേരിടാനുള്ള ഒരു ലീഡർഷിപ്പ് ഒന്നും ഇനി രണ്ടാം നിരയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഖാലിദ സിയയ്ക്ക് ശേഷം. അതുകൊണ്ട് അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒന്നില്ലാതെ പോവും. പിന്നെ ഉണ്ടാകുക തീവ്രവാദികളും ജനാധിപത്യവാദികളും തമ്മിലായിരിക്കും മത്സരം. ഒരു തർക്കം ഉണ്ടാവില്ല. തീവ്രവാദികളെ തോൽപ്പിക്കാൻ അവിടുത്തെ ജനാധിപത്യവാദികൾക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് വളരെ പ്രകടമായി തന്നെ ഷെയ്ഖ് ഹസീനയുടെയും അവാമി ലീഗിൻ്റെയും അവിടുത്തെ ജനാധിപത്യവാദികളുടെയും മതേതരവാദികളുടെയും കൂടെ നിൽക്കാനുള്ള ബാധ്യതയും ഉണ്ടാവും. പ്രകടമായി തന്നെ നമ്മൾ നിൽക്കും, യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം കൂടി ഉണ്ടാവും, അപ്പുറത്ത് പാകിസ്ഥാനിലെ തീവ്രവാദികളും കൂടി വന്നിട്ട് ബംഗ്ലാദേശിലെ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ രൂക്ഷമായി പ്രകടമായി ബംഗ്ലാദേശിൽ ഒരു അത്തരത്തിലൊരു അവസ്ഥ വന്നാൽ നല്ലത് അപകടകരമായൊരു സിറ്റുവേഷൻ, ആഗോള സിറ്റുവേഷൻ ഉണ്ടാക്കാതെ ബാഹ്യശക്തികളായ ഇന്ത്യയെയോ പാകിസ്ഥാനെയോ ആരെയും അതിനകത്ത്, അമേരിക്കയെ പോലും ദൂരെ മാറ്റി നിർത്തിക്കൊണ്ട് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ നടത്തുക, ഇൻക്ലൂസീവായിട്ട് ഇലക്ഷൻ നടത്തുക. ആരാണോ ജയിക്കുന്നത് അവർ ഭരിച്ചു കൊള്ളട്ടെ, ആര് ജയിച്ചാലും ഭരിച്ചു കൊള്ളട്ടെ. ഇനിയിപ്പോൾ നിരോധനം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പാർട്ടികളെ നിരോധനം നീക്കി, അതിനെ ആരൊക്കെ അനുകൂലിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇനിയിപ്പോൾ നിരോധനം നീക്കിയിട്ട് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെ, ജനാധിപത്യത്തിൽ മത്സരിക്കട്ടെ. എന്നിട്ട് അവരാണ് ജയിച്ചു വരുന്നതെങ്കിൽ ആര് ജയിച്ചാലും ഞങ്ങൾ അംഗീകരിക്കുന്നുള്ള നിലപാടെടുക്കട്ടെ. അതിലപ്പുറത്തൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. കാര്യങ്ങൾ കുറെ കൂടി ക്ലിയറായി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതനുസരിച്ച് തന്നെ
ഇനി ഇതുവരെ ഇന്ത്യ ഇടപെട്ടതുപോലെ സ്വകാര്യമായിട്ടല്ല, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പുറത്തു നിന്നല്ല, ബിഹൈൻഡ് ദ ക്യാമറ അല്ല, ഇന്ത്യ കുറെ കൂടി പ്രകടമായി തന്നെ ബംഗ്ലാദേശ് പോലൊരു രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമത്തിൽ ഇന്ത്യ പ്രകടമായി ഇടപെടും. കാരണം ഇടപെട്ടാൽ ഇന്ത്യക്കൊരു സേ ഉണ്ട് അവിടെ. ഇന്ത്യ അവരുടെ ജനപക്ഷ നേതാവിനെ സംരക്ഷിച്ചൊരു രാജ്യമാണ്. ഇന്ത്യ പറയുന്നത് ബംഗ്ലാദേശിലെ മഹാഭൂരിപക്ഷം മനുഷ്യർ കേൾക്കുന്നൊരവസ്ഥയുണ്ട്. നല്ല ഫലം കാണുമായിരുന്നു തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.